നമസ്കാരം സുഹൃത്തുക്കളെ, VFAയുടെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ VFAയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായിട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മിനിറ്റടാ, ഒരു 8 മിനിറ്റ് ഒന്ന് പറയുന്നത് ശ്രദ്ധിക്കണേ. ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് വേറെ ക്ലാസ്സുകളുണ്ട്, മലയാളത്തിന് വേണ്ടി വേറെ ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ ഒപ്പം വരുന്നുണ്ട്, കൂടണം കേട്ടോ. ഞാൻ 100% പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും 20 മാർക്ക് അടിക്കേണ്ട ക്ലാസ് ആണ് ഞാൻ ചെയ്തു തരുന്നത്. അതൊപ്പം വരണം, കേൾക്കുന്നുണ്ടോ? അതേപോലെ ഇംഗ്ലീഷ് എടുക്കുമ്പോൾ നമ്മുടെ SCRT-യിലുള്ള ഗ്ലോസറി ഉണ്ടല്ലോ, അതൊപ്പം ഓരോ ക്ലാസ്സിലും കുറച്ച് തന്നുപോണ്ട്. മലയാളത്തിൽ അതേപോലെ മലയാളത്തിലെ പദപരിചയം എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ഉണ്ട്, അർത്ഥങ്ങളും വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഓരോ കവികളുടെ വരികൾ, ഓരോ ഇത് ആരുടേതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ക്ലാസ്സിലും കുറച്ച് നിങ്ങൾക്ക് തന്നുപോണ്ട്. അത് അവിടെ സെറ്റാണ്. ഇനി അതേപോലെ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം സബ്ജക്റ്റ് തിരിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹിസ്റ്ററി എടുത്തുമ്പോൾ ഹിസ്റ്ററി നോക്കിയാൽ VFA ഹിസ്റ്ററി എന്ന് കാണുമ്പോൾ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പ്ലനേഷന്റെ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ക്ലാസ് ഇന്നലെ കഴിഞ്ഞു അല്ലേ? അതിൽ നമ്മൾ എന്താ ഇട്ടത്, ഹിസ്റ്ററി ഭാഗത്ത് നിന്ന് ക്ലാസ് ഞാൻ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ അത് എക്സ്പ്ലനേഷൻ ചെയ്തു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു 2-3 പോയിന്റ് പറഞ്ഞു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പോകുന്നില്ല, ഒരു ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഹിസ്റ്ററിയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്നലെ വർക്ക്ഔട്ട് ചെയ്തു. അത് ഹിസ്റ്ററി എന്നുള്ളതിൽ ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഹിസ്റ്ററി കാണുമ്പോൾ ആ ഹിസ്റ്ററിയുടെ ഭാഗം ഈ പ്ലേലിസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടാവും. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഇന്ന് ജോഗ്രഫിയാണ് എടുക്കുന്നത്, നാളെ ഇപ്പൊ എക്കണോമിക്സ് വരും. കേൾക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ എല്ലാ ഭാഗങ്ങളും, ഇപ്പൊ എക്കണോമിക്സ് ഇപ്പൊ ഒന്നും വേണ്ട, അപ്പൊ ജോഗ്രഫി എടുക്കുമ്പോൾ ഇന്ന് 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ 5 ക്വസ്റ്റ്യൻ പറയുമ്പോൾ 5 ടോപ്പിക്കാണ്. ആ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പഠിച്ചു പോകും. ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് കിടക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ്, അതായത് റെയിൽവേ കമാന പാലം ഏത് നദിക്ക് മുകളിലാണ് എന്നാണ് ചോദ്യം അല്ലേ? ഏത് നദിക്ക് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചിനാബ് നദിക്ക് മുകളിലാണ്. വെരി ഇമ്പോർട്ടൻറ്റ്, കറണ്ട് അഫെയറിലാണ്. അപ്പൊ ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ പ്രത്യേകത? ലോകത്തിലെയാണ് കേട്ടോ, ഇത് ശ്രദ്ധിക്കണേ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് അല്ലെങ്കിൽ റെയിൽവേ കമാന പാലം ഏത് നദിക്ക് കുറുകെ? ചിനാബ് നദിക്ക് കുറുകെയാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജമ്മു കാശ്മീർ. ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യൻ വരും ട്ടോ, ഇനിയും വരും. ജമ്മു കാശ്മീരില് ഇവിടെ റിയാസി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഈ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ കത്ര ആൻഡ് ബനിഹാൽ ചുരത്തിനെ തമ്മിലാണ് ഇത് ബന്ധിപ്പിക്കുന്നത്. കത്ര ആൻഡ് ബനിഹാൽ ചുരത്തിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ ലൈനിന്റെ ഭാഗമാണിത്. അവിടെ പഠിച്ചല്ലോ. ഇനി ഈ ചിനാബ് നദീതടത്തിൽ നിന്നും എങ്ങനെയാണ്? ചിനാബ് നദീതടത്തിൽ നിന്നും 359 മീറ്റർ ആണ് ഇതിന്റെ ഉയരം. ചിനാബ് നദീതടം ശ്രദ്ധിക്കണേ, ചിനാബ് നദീതടത്തിൽ നിന്ന് 359 മീറ്റർ. അടി പറയുകയാണെങ്കിൽ 1178 അടിയാണ് കേട്ടോ. 1178 അടി ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ നദിക്ക് കുറുകെയാണെങ്കിൽ, ഈ ചിനാബ് നദിക്ക് കുറുകെയുള്ള പ്രധാന കമാനത്തിന്റെ നീളം എത്ര എന്ന് ചോദിച്ചാൽ അത് 467 മീറ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ ഇന്ന ഭാഗത്തിൽ നിന്നും ഇന്നത്ര, ഇന്ന ഭാഗത്തിൽ നിന്നും ഇന്നത്ര അങ്ങനെ പഠിക്കാറുണ്ട് അല്ലേ? അപ്പൊ ചിനാബ് നദിക്ക് കുറുകെയുള്ള പ്രധാന കമാനം എന്ന് പറഞ്ഞാൽ ആർച്ച്. ഓക്കെ, കമാനം എന്ന് പറഞ്ഞാൽ ആർച്ച്. അതിന് കുറുകെയാണെങ്കിൽ 467 മീറ്റർ വരും. എന്നാൽ നദീതടത്തിൽ നിന്നാണെങ്കിൽ, ചിനാബ് നദീതടത്തിൽ നിന്നാണെങ്കിൽ അത് 359 മീറ്റർ ആണ് കേട്ടോ. ഇനി ഈ പാലത്തിന്റെ ആകെ നീളം എത്ര എന്ന് ചോദിച്ചാൽ, ചോദ്യം വരും, പഠിച്ചോളണം. പാലത്തിന്റെ ആകെ നീളം എത്ര എന്ന് ചോദിച്ചാൽ 1.3 കിലോമീറ്റർ ആണ് കേട്ടോ. 1.3 കിലോമീറ്റർ ആണ് നീളം. അതായത് 1315 മീറ്റർ കേട്ടോ. 1315 മീറ്റർ ആണ്. ഇനി ഇത്രയും കാലങ്ങൾ അവിടെ പഠിച്ചല്ലോ അല്ലേ? പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പാരീസിലുള്ള ഈഫൽ ടവർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാരീസിലാണ് അല്ലേ? ഈഫൽ ടവർ പാരീസിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഈഫൽ ടവർ സ്ഥിതി ചെയ്യുന്നത്. ആ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ
കൂടുതൽ ഉയരം ഏതിനുണ്ട്? ഈ കമാന പാലത്തിന്, റെയിൽവേ കമാന പാലത്തിനുണ്ട്. പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരം കൂടുതലാണ് ഏതിന്? ഈ റെയിൽവേ ആർച്ച് ബ്രിഡ്ജിന്. ലോകത്തിലെ തന്നെ, അതുകൊണ്ടാണ് ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ എന്ന് വന്നത്. കാരണം പാരീസിലുള്ള ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയരം ഏതിനുണ്ട്? ഈ റെയിൽവേ കമാന പാലത്തിന് ഉണ്ട്. അതേപോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ്? എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്? അതിശക്തമായിട്ടുള്ള ഭൂകമ്പം, മനസ്സിലാകുന്നുണ്ടോ? അതിശക്തമായ ഭൂകമ്പങ്ങളെ തന്നെ, അതുപോലെ തന്നെ മണിക്കൂറില് 266 km/h. കേൾക്കുന്നുണ്ടോ? മണിക്കൂറിൽ 266 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിനെ അടക്കം പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ഏത്? ഈ കമാന പാലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തീവ്രവാദ ആക്രമണങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനെ, അതുപോലെ വലിയ സ്ഫോടനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാലൊക്കെ ചെറുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഈ കമാന പാലം പറ്റും. കാരണം സ്റ്റീൽ കൊണ്ടാണ്, മനസ്സിലാകുന്നുണ്ടോ, നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ആയുസ് എന്ന് പറയുന്നത് 120 വർഷത്തെ ആയുസ് ഈ പാലത്തിന് കണക്കാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ, ഉധംപൂർ, ഇന്ത്യൻ റെയിൽവേയുടെ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക്, ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭാഗമായിരുന്നു ഈ പാലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് എന്താ പറഞ്ഞത്? ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏതിന്റെ ഭാഗമായിട്ടാണ്? ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ഈ അത്ഭുത പാലം നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഒരു വെല്ലുവിളി നിറഞ്ഞതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ കാശ്മീർ താഴ്വരയെ നമ്മൾ പറഞ്ഞു, ജമ്മു കാശ്മീരിലാണ്, റിയാസി ജില്ലയിലാണ്, ചിനാബ് നദിക്ക് കുറുകെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഈ കാശ്മീർ താഴ്വരയെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട്, എല്ലാ കാലാവസ്ഥയിലും തടസ്സമില്ലാതെ ബന്ധിപ്പിക്കാൻ ഈ പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ജമ്മു കാശ്മീരിലെ കാലാവസ്ഥ എന്താണെന്നറിയാം, മറ്റു സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥ എന്താണെന്നറിയാം. അപ്പൊ ഏത് കാലാവസ്ഥ ആയിക്കോട്ടെ, ഏത് കാലാവസ്ഥയാണെങ്കിലും ശരി, ആ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ, തടസ്സമില്ലാതെ ബന്ധിപ്പിക്കാൻ ഈ പദ്ധതി എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജായ റെയിൽവേ കമാന പാലത്തെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ചിനാബ് നദിക്ക് കുറുകെയാണ്, ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഖത്രയെയും ബനിഹാൽ ചുരത്തെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ചിനാബ് നദീതടത്തിൽ നിന്നാണെങ്കിൽ 359 മീറ്റർ ആണ്, അതായത് 1178 അടി. നദിക്ക് കുറുകെ എന്ന് ചോദിച്ചാൽ അത് 467 മീറ്റർ ആണ് വരുന്നത്. നീളം പഠിച്ചു വെക്കണേ, നീളം 1.3 കിലോമീറ്റർ ആണ്, അതായത് 1315 മീറ്റർ ആണ്. പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ എത്രയാണ്? 35 മീറ്റർ ഉയരം കൂടുതലാണ്. ഭൂകമ്പങ്ങളെയും അതേപോലെ തന്നെ മണിക്കൂറിൽ 266 കിലോമീറ്റർ പെർ വേഗതയിൽ വീശുന്ന കാറ്റിനെ പോലും തടഞ്ഞു നിർത്താൻ ഇതിന് കഴിയുന്നുണ്ട്. ആയുസ് 120 വർഷമാണ്. ഉധംപൂർ ശ്രീനഗർ ചോദ്യം വരും, വെരി ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ആർച്ച് പാലം ഏതിനെ ഭാഗമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ചോദിക്കാം. ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ബ്രിഡ്ജ് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കാം. ഏറ്റവും കൂടുതൽ ജലബാഷ്പം അടങ്ങിയിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയർ ആണ്. അന്തരീക്ഷ ജലബാഷ്പം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പൊ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഇങ്ങനെയാണ് ഇവിടെ ട്രോപ്പോസ്ഫിയറിന്റെ നമ്മുടെ അന്തരീക്ഷത്തിലെ ലെയേഴ്സ് കാണപ്പെടുന്നത്. ഫസ്റ്റ് ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഈ ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്നതാണ് ട്രോപ്പോപാസ്. ഫസ്റ്റ് ഏതാണോ പറയുന്നത് അത് വരണം കേട്ടോ. ഇവിടെ വാക്ക് ട്രോപ്പോസ്ഫിയറിനെ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് വേർതിരിക്കുന്നത് ട്രോപ്പോപാസ്. ഇനി സ്ട്രാറ്റോസ്ഫിയറിനെ ശ്രദ്ധിക്കണേടാ, സ്ട്രാറ്റോസ്ഫിയറിനെ മിസോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്നത് സ്ട്രാറ്റോപാസ്. മിസോസ്ഫിയറിനെ തെർമോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്നത് മിസോപാസ്. തെർമോസ്ഫിയറിനെ എക്സോസ്ഫിയറിൽ നിന്നും വേർതിരിക്കുന്ന സംക്രമണ മേഖല തെർമോപാസ്. അപ്പൊ ഫസ്റ്റ് വരുന്ന വാക്ക് ഏതാണോ ആ വാക്കിന്റെ ആയിരിക്കണം പാസ് എന്ന് ചേർക്കേണ്ടത്. ഇനി ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ പഠിക്കണം? അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി, നമ്മൾ പറഞ്ഞില്ലേ താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 13 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും. എന്നാൽ ഭൂമധ്യരേഖാ പ്രദേശത്തിൽ നിന്നാണെങ്കിൽ അത് 18 കിലോമീറ്റർ ആണ്. ധ്രുവ പ്രദേശത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ 8 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി
പൊടിപടലങ്ങളും ജലബാഷ്പങ്ങൾ കാണപ്പെടുന്നത്, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ അനുഭവപ്പെടുന്നതും ട്രോപ്പോസ്ഫിയറിലാണ്. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ചോദ്യം പ്രീവിയസ് ചോദിച്ചത് ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് ട്രോപ്പോസ്ഫിയറിലാണ്. നമ്മുടെ അന്തരീക്ഷത്തിന്റെ ടോട്ടൽ മാസ് 100% എടുത്തു കഴിഞ്ഞാൽ അതിൽ 80% മാസ് കാണപ്പെടുന്നത്, അതായത് പിണ്ഡം കാണപ്പെടുന്നതും ട്രോപ്പോസ്ഫിയറിലാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമ്മൾ ചെറു വിമാനങ്ങൾ പറക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാലും ട്രോപ്പോസ്ഫിയറിലാണ്. അടുത്ത നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ചിട്ട് നോക്കുമ്പോൾ ട്രോപ്പോസ്ഫിയറിന്റെ ഏറ്റവും തൊട്ടു മുകളിലുള്ള പാളിയാണ് ഏതെന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ. ഇവിടെ പഠിച്ചു അല്ലേ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഈ ട്രോപ്പോപാസിൽ നിന്നും സ്ട്രാറ്റോപാസിലേക്കുള്ള ഉയരം എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ആണ്. 50 കിലോമീറ്റർ. ഈ ട്രോപ്പോപാസിൽ നിന്നും സ്ട്രാറ്റോസ്ഫിയറിലേക്കുള്ള അകലം എത്രയാണ് ഉയരം? ട്രോപ്പോപാസിൽ നിന്ന് സ്ട്രാറ്റോസ്ഫിയറിലേക്കുള്ള ഉയരം പറയുന്നത് 50 കിലോമീറ്റർ ആണ്. ഓസോൺ പാളി കാണപ്പെടുന്നത്, എന്താ ഓസോൺ പാളിയുടെ പ്രത്യേകത? സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളികളാണ് അല്ലെ. ആ ഓസോൺ പാളികൾ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ഈ സ്ട്രാറ്റോസ്ഫിയറിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തുണ്ടല്ലോ ഒരേ താപനിലയാണ് കാണപ്പെടുന്നത്. ആ ഒരേ താപനില കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ആ മേഖലയെ പറയുന്ന പേരാണ് സമതാപ മേഖല എന്ന്. സമതാപ മേഖല വരുമ്പോൾ ഒരേ താപമുള്ള മേഖല. അപ്പൊ സമതാപ മേഖല കാണപ്പെടുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ. സ എന്ന അക്ഷരമല്ലേ സമതാപ മേഖല. സ്ട്രാറ്റോസ്ഫിയർ സ എന്ന അക്ഷരത്തിൽ വരുന്ന അന്തരീക്ഷത്തിലെ ലെയറിലാണ്. അതേപോലെ തന്നെ ജെറ്റ് പ്രവാഹങ്ങൾ കാണപ്പെടുന്നത്, ജെറ്റ് വിമാനങ്ങൾ കാണപ്പെടുന്നത്, കാലാവസ്ഥാ ബലൂണുകൾ ഉപയോഗിക്കുന്നതെല്ലാം സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി സ്ട്രാറ്റോസ്ഫിയറിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തുള്ള താപനില എന്ന് പറയുന്നത് 15 മുതൽ 0 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചു വെക്കുക. ക്രമമായ താപനഷ്ട നിരക്ക് കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണെങ്കിൽ സമതാപ മേഖല കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ജെറ്റ് പ്രവാഹങ്ങളും ജെറ്റ് വിമാനങ്ങളും കാലാവസ്ഥാ ബലൂണുകൾ ഉപയോഗിക്കുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്കെ ആണോ? സമതാപ മേഖല കാണപ്പെടുന്നതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഇനി ഏറ്റവും താഴത്തെ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നാണെങ്കിൽ 13 കിലോമീറ്റർ, ഭൂമധ്യരേഖയിൽ നിന്നാണെങ്കിൽ 18, ധ്രുവപ്രദേശത്ത് നിന്നാണെങ്കിൽ 8. പൊടിപടലം, ജലബാഷ്പം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ ട്രോപ്പോസ്ഫിയറിലാണ്. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറഞ്ഞു വരുന്നത് കൊണ്ട് ക്രമമായ താപനഷ്ട നിരക്ക് അനുഭവപ്പെടുന്നത് മേഖല ട്രോപ്പോസ്ഫിയറിലാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ആകെ മാസം 100% എടുത്താൽ 80% മാസം കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ. മിസോസ്ഫിയറിനെ കുറിച്ച് നോക്കാം അല്ലെ. എന്താണ് മിസോസ്ഫിയർ? സ്ട്രാറ്റോസ്ഫിയറിന്റെ തൊട്ടു മുകളിലുള്ള പാളിയാണ് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ നമ്മൾ പഠിക്കുന്ന ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന് പറയും അല്ലെ. അപ്പം ഈ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലായിട്ട് 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് മിസോസ്ഫിയർ എന്ന് പറയുന്നത് അല്ലെ. ഉയരം കൂടുന്തോറും ഈ പാളിയിലെ താപനില എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്. താപനില ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു എന്ന് പഠിക്കണം. ഇവിടെ എങ്ങനെയാണെന്ന് അറിയാം, നിങ്ങൾ പഠിക്കേണ്ടത് കോഡ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ട്രോപ്പോസ്ഫിയർ, ഇവിടെ ഉണ്ടല്ലോ, എഴുതിയിട്ടുണ്ടല്ലോ, ഇവിടെ തന്നെ പറഞ്ഞുതരാം. ശ്രദ്ധിക്കണേ. ഇവിടെ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരുന്നു, ഇവിടെ താപനില കൂടി വരുന്നു, ഇവിടെ കുറഞ്ഞു വരുന്നു, ഇവിടെ കൂടി വരുന്നു. ഇങ്ങനെയാണ് കണ്ടോ. ഫസ്റ്റ് കുറയുക എന്നാണ്. കുറഞ്ഞു കൂടി, കുറഞ്ഞു കൂടി. കണ്ടോ, ഒന്നിടവിട്ട് വിട്ടിട്ടാണ് കേട്ടോ. ഇത് ശ്രദ്ധിക്കണേ. അപ്പൊ ചോദ്യം വരും, ട്രോപ്പോസ്ഫിയറിലെ താപനില ഉയരം കൂടുന്തോറും കുറഞ്ഞു വരുന്നു, കൂടി വരുന്നു. കുറഞ്ഞു വരുന്നു. സ്ട്രാറ്റോസ്ഫിയറിലോ കൂടി വരുന്നു, മിസോസ്ഫിയറിലോ കുറഞ്ഞു വരുന്നു. അങ്ങനെ പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് കുറഞ്ഞു വരുന്നു എന്ന് കണ്ടാൽ അടുത്തത് കൂടണം, അടുത്തത് കുറയണം, അടുത്തത് കൂടണം. അങ്ങനെ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ മിസോസ്ഫിയറിൽ താപനില ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 80 കിലോമീറ്റർ ഉയരം എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ 80 കിലോമീറ്റർ ഉയരം വരെയാണ് സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് വ്യാപിച്ചു കിടക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ഈ 80 കിലോമീറ്റർ ഉയരം എത്തുമ്പോഴേക്കും താപനില എന്ന് പറയുന്നത് എന്ത് ചെയ്യും? 100 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില എന്ത് ചെയ്യും? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എത്രയാണ്? -100 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില എന്ത് ചെയ്യും? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇവിടെ പഠിക്കേണ്ടത് മിസോസ്ഫിയറിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം അറിയപ്പെടുന്നത്
നമ്മളിവിടെ പറഞ്ഞില്ലേ നേരത്തെ മെസോസ്ഫിയറിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം അറിയപ്പെടുന്നത് മെസോപാസ് എന്നാണ് കേട്ടോ. പാസ് എന്നതാണ് കേട്ടോ മെസോസ്ഫിയറിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം മെസോപാസ് എന്ന് പറഞ്ഞത്. അതുപോലെ ഉൽക്കകൾ ഓരോന്ന് ശ്രദ്ധിക്കണേ. ഉൽക്കകൾ കത്തി എരിയുന്നത് ഏത് പാളിയിലാണ്? മെസോസ്ഫിയറിലാണ് കേട്ടോ. ഉൽക്കകൾ കത്തി എരിയുന്നത് മെസോസ്ഫിയറിലാണ്. അതേപോലെ തന്നെ ഈ നോക്ടിലുസെന്റ് മേഘങ്ങൾ അല്ലെങ്കിൽ നിശാദീപങ്ങൾ കാണപ്പെടുന്നത് കേട്ടോ. നോക്ടിലുസെന്റ് മേഘങ്ങൾ പഠിക്കാറില്ലേ? നോക്ടിലുസെന്റ് ക്ലൗഡ്, ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. എനിക്ക് മലയാളം എഴുതാനും അറിയണ്ടേ. ഓക്കെ, നോക്ടിലൂസെന്റ് തെറ്റിയിട്ടുണ്ട് അക്ഷരം. നോക്ടിലൂസെന്റ് മേഘങ്ങൾ അല്ലെങ്കിൽ നിശാദീപങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? മെസോസ്ഫിയറിലാണ്. അതേപോലെ തന്നെ കാലാവസ്ഥ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. കാലാവസ്ഥ റോക്കറ്റ് എല്ലാം ശ്രദ്ധിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. നമ്മൾ അവിടെ പറഞ്ഞത് കാലാവസ്ഥ ബലൂണാണ് സ്ട്രാറ്റോസ്ഫിയറിൽ പറഞ്ഞത്. കാലാവസ്ഥ ബലൂണ്, ജെറ്റ് പ്രവാഹം, ജെറ്റ് വിമാനം സ്ട്രാറ്റോസ്ഫിയറിൽ പഠിച്ചു. മെസോസ്ഫിയറിൽ എന്താ പഠിച്ചത്? കാലാവസ്ഥ റോക്കറ്റ് ആണ്. അവിടെ കാലാവസ്ഥ ബലൂൺ ആണ്. ഇവിടെ കാലാവസ്ഥ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് മെസോസ്ഫിയറിലാണ്. നോക്ടിലുസെന്റ് മേഘങ്ങൾ അല്ലെങ്കിൽ നിശാദീപങ്ങൾ കാണപ്പെടുന്നത്, ഉൽക്കകൾ കത്തിയെരിയുന്നത്. അതേപോലെ തന്നെ മെസോസ്ഫിയറിന്റെ ഏറ്റവും മുകളിലത്തെ പാളി മെസോപാസ് ആണ്. മെസോസ്ഫിയറിൽ പറയുമ്പോൾ ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു വരികയാണ്. മെസോസ്ഫിയറിന്റെ ഉയരം പറയുന്നത് സ്ട്രാറ്റോസ്ഫിയറിൽ നിന്നും 80 കിലോമീറ്റർ വരെയാണ്. ആ 80 കിലോമീറ്റർ ഉയരമെത്തുമ്പോഴേക്കും -100°C വരെ താപനില കുറഞ്ഞു വരുന്നു. ഇതൊക്കെ അവിടെ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് തെർമോസ്ഫിയർ ആണ് അല്ലെ. മെസോസ്ഫിയറിന്റെ തൊട്ട് മുകളിലാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമുക്ക് തെർമോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനുള്ളത്? മെസോപാസിന് മുകളിലായിട്ട് അല്ലെ. നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ മെസോസ്ഫിയറിന് ഏറ്റവും മുകളിലത്തെ മെസോപാസ് എന്ന് പറഞ്ഞില്ലേ. ആ മെസോപാസിന് മുകളിലായിട്ട് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് 80 മുതൽ ഇവിടെ 80 വരെയല്ലേ, 80 തുടങ്ങിയിട്ട് 400 to 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നത് തെർമോസ്ഫിയറിലാണ്. ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ പാളിയാണ്. താപനില ഏറ്റവും കൂടുതലുള്ള അന്തരീക്ഷ പാളിയാണ് ഏത് എന്ന് പറയുന്നത്? തെർമോസ്ഫിയർ. അതായത് 1000°C കൂടുതലാകാം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? 1000°C ചൂട് കൂടുതലാകാം എവിടെ? തെർമോസ്ഫിയറിൽ എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ താപനില കൂടുതലും ആകാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ മെസോപാസിന് മുകളിലായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു 80 to 400 to 600. അതിനൊരു കറക്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ വേണം അല്ലേ. അപ്പൊ 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് അയണോസ്ഫിയർ എന്ന് കേട്ടോ. അയണോസ്ഫിയർ ആണ് 80 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നത് കൊണ്ട് കേട്ടോ. ഓക്കെ, അയണോസ്ഫിയർ എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ അതിന് മേലേക്കാണ് ഏത് പറയുന്നത്? തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. 400 മീതിക്ക് 600 വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുക? ഈ 400 ശേഷം 400 മുതൽ 600 അതുവരെയാണ് നമ്മൾ എന്ത് പറയുക? തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. 400 കിലോമീറ്റർ വരെ അയണോസ്ഫിയർ എന്ന് പറയും. അതിന് മേലേക്കാണ് തെർമോസ്ഫിയർ പറയും. ഈ 600 മീതെയാണ് നമ്മൾ ഏത് പറയുന്നത്? എക്സോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോടാ? ഓക്കെ ആണല്ലോ അല്ലെ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് ശ്രദ്ധിക്കാനേടാ, നമ്മൾ ഈ പാളിയെ അയണോസ്ഫിയർ എന്ന് വിളിക്കാൻ ഇവിടെ 400 പേരെ നമ്മൾ പറഞ്ഞ അയണോസ്ഫിയർ എന്ന് പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ് അവിടെ അയണോസ്ഫിയർ എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടായിരിക്കാം? അതായത് വൈദ്യുത ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് കേട്ടോ. 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തെയാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ 400 കിലോമീറ്ററിന്റെ ഇടയിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? അയൺ ചാർജസ് കേട്ടോ. അയൺ ചാർജുകൾ കേട്ടോ. അയൺ കണികകളുടെ സാന്നിധ്യമുള്ള ചാർജുകൾ കാണപ്പെടുന്നത് കൊണ്ടാണ് അവിടെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങൾ കേട്ടോ. റേഡിയോ തരംഗങ്ങൾ ശ്രദ്ധിക്കണേ. റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഏത് പാളിയാണ്? ഈ തെർമോസ്ഫിയർ എന്ന പാളിയാണ്. അതുപോലെ തന്നെ അറോറ അല്ലെ, അറോറ എന്നല്ലേ പറയാ? അറോറ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ധ്രുവദീപ്തി, അറോറ പ്രതിഭാസം അല്ലെങ്കിൽ ധ്രുവദീപ്തി എന്നീ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം 400 കിലോമീറ്റർ ഉയരത്തില് ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നുണ്ട് കേട്ടോ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ത് ചെയ്യുന്നുണ്ട്? ഈ 400 കിലോമീറ്റർ നമ്മളിവിടെ പറഞ്ഞില്ലേ, ഈ 400 കിലോമീറ്റർ ഉയരത്തില് എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയെ
ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് തെർമോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എന്തൊക്കെ നമ്മൾ പഠിച്ചു? തെർമോസ്ഫിയർ 80 മുതൽ അല്ലേ സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് തുടങ്ങി മിസോസ്ഫിയറിൽ നിന്ന് തുടങ്ങി, അതായത് മിസോപാസ് ആണ് ഏറ്റവും ഉയരമുള്ള മേഖല എന്ന് പറഞ്ഞു അല്ലേ. ആ മിസോപാസിൽ നിന്നും തുടങ്ങിയിട്ട് 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ 400 മുതൽ 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. 80 മുതൽ 400 കിലോമീറ്റർ വരെയാണെങ്കിൽ അവിടെ അയണോസ്ഫിയർ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അയണോസ്ഫിയർ പറയാൻ കാരണം? അവിടെ വൈദ്യുത ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അവിടെ അതിനെ അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 400 മുതൽ 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന അവിടെയാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്? താപനില ഏറ്റവും കൂടുതലുള്ള പാളിയാണ് തെർമോസ്ഫിയർ. 1000 ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടെ അനുഭവപ്പെടാറുണ്ട്. അതേപോലെ റേഡിയോ തരംഗങ്ങൾ കാണാം അല്ലെ. റേഡിയോ തരംഗങ്ങൾ പ്രതിഫലിപ്പിച്ച് നമ്മൾ ഭൂമിയിൽ നിന്നാണ് അയക്കുന്നത് അല്ലെ. റേഡിയോ തരംഗങ്ങൾ അതിനെ എന്ത് ചെയ്യും? പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയാണ്. അറോറ പ്രതിഭാസങ്ങളും അല്ലെങ്കിൽ ധ്രുവദീപ്തി കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. നോക്ടിലൂസിന്റെ മേഘങ്ങൾ കാണപ്പെടുന്നത് എവിടെയാ? മിസോസ്ഫിയറിലാണ്. നോക്ടിലൂസിന്റെ മേഘങ്ങൾ മിസോസ്ഫിയറിലും അതേപോലെ അറോറ അല്ലെങ്കിൽ ധ്രുവദീപ്തി ഒക്കെ കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലുമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം എന്ന് പറയുന്നത് 400 കിലോമീറ്റർക്ക് അപ്പുറമാണ്. ആ 400 കിലോമീറ്റർക്ക് ഉയരത്തിൽ ഭൂമിയെ ചുറ്റിക്കറങ്ങുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഏതിലാണ്? തെർമോസ്ഫിയറിലാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? ഒറ്റപ്പാളികളുള്ള അല്ലേ, എക്സോസ്ഫിയർ ആണ്. അടുത്തത് ഏതാണ്? എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയറിനെ കുറിച്ച് എന്തൊക്കെയാ പഠിക്കുന്നത്? അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളി. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് എക്സോസ്ഫിയർ. എങ്കിൽ ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ അല്ലേ. ഏറ്റവും മുകളിലത്തെ പാളിയാണ്. ഈ പാളിയെ കുറിച്ചിട്ട് എന്താണ് ആർക്കും കൂടുതലായിട്ട് വിവരങ്ങളൊന്നും ഇന്ന് വരെ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ എന്തുണ്ട്? വായു തന്മാത്രകളുടെ സാന്നിധ്യം ഉണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ. വായു തന്മാത്രകളുടെ സാന്നിധ്യം എന്താണ്? ഇവിടെ കുറവാണ് അനുഭവപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യാണ്? അത് പിന്നീട് വായു തന്മാത്രകളുടെ സാന്നിധ്യം വളരെ അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് കുറച്ചാണ് ഉള്ളതേ എങ്കിലും അതൊക്കെ ബഹിരാകാശത്ത് തന്നെ ലയിക്കുകയാണ് ചെയ്യുന്നത്. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാളി എന്ത് ചെയ്യുന്നുണ്ട്? ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ബഹിരാകാശത്തോട് ചേർന്ന്, കാരണം ഒരുപാട് കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ് അല്ലെ. ബഹിരാകാശത്തോട് ചേർന്ന് കിടക്കുന്ന പാളി ഏതെന്ന് ചോദിച്ചാൽ അത് എക്സോസ്ഫിയർ ആണ് കേട്ടോ. അതേപോലെ തന്നെ ഈ ഉപഗ്രഹങ്ങൾ അയക്കുന്നില്ലേ, നമ്മൾ പറയാറില്ലേ ഇന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു, ISRO അല്ലെങ്കിൽ നാസ ഇന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു എന്നൊക്കെ പറയാറില്ലേ. ഈ ഉപഗ്രഹങ്ങള് ഭൂമിയെ വലം വെക്കുന്നത്, ഉപഗ്രഹങ്ങൾ ഭൂമിയെ വലയമല്ല മക്കളെ, വലം വെക്കുന്നത്, ഉപഗ്രഹങ്ങൾ ഭൂമിയെ വലം വെക്കുന്നത് ഈ പാളികളിലൂടെയാണ് കേട്ടോ. ഇതിലൂടെയാണ്? എക്സോസ്ഫിയറിലൂടെയാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പഠിച്ചല്ലോ അല്ലെ. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH44 ആണ്. NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത. ഓക്കെ, പഠിച്ചു വെക്കണേ. 44 എവിടെ മുതൽ എവിടം വരെയാണ്? ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ. ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെയാണ് NH44 വ്യാപിച്ചു കിടക്കുന്നത്. ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ ഏകദേശം 4112 കിലോമീറ്റർ വരെയാണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് കേട്ടോ. ആകെ നീളം 4112 കിലോമീറ്റർ. ഓക്കെ, പഠിച്ചല്ലോ. ഇനി ഇതിനെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത്, ശ്രീനഗർ എന്ന് പറയുന്നത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് അല്ലേ. ശ്രീനഗർ എന്ന് പറയുന്നത് ജമ്മു ആൻഡ് കാശ്മീരാണ്. കന്യാകുമാരി എന്ന് പറയുന്നത് തമിഴ്നാടാണ് അല്ലേ. തമിഴ്നാടാണ്. അതായത് ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അല്ലെ. ജമ്മു കാശ്മീരിൽ ശ്രീനഗർ മുതൽ കന്യാകുമാരി, തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതായത് ഇതിന്റെ ശരിക്കും നീളം എന്ന് പറയുന്നത് ആകെ നീളം, ഈ പാത നിലവിൽ വരുന്ന സമയത്ത് 3745 കിലോമീറ്റർ ആണ് നീളം ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ നമുക്കറിയാം ഇപ്പൊ പുതിയ പുതിയ ബൈപ്പാസുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അല്ലെ. ആ ബൈപ്പാസുകൾ വന്നപ്പോ ആണ് ഇപ്പൊ ഇത് കറണ്ട് അഫെയറിൽ പഠിക്കേണ്ടതാണ് കേട്ടോ. 3745 കിലോമീറ്റർ ആണ് ടോട്ടൽ നീളം. എന്നാൽ പുതിയ ബൈപ്പാസുകളൊക്കെ വന്നതോട് കൂടിയിട്ടാണ് ഇപ്പോൾ 4112 കിലോമീറ്റർ ആണ് കറണ്ട് അഫെയറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിന്റെ പഴയ പേരെന്താ? NH44ന്റെ പഴയ പേര്
NH7 ആണ് കേട്ടോ. NH7 ആണ് പുതിയ പേരായിട്ട് മാറിയത്. NH44 എന്ന് പുതിയ പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്? 12 സംസ്ഥാനങ്ങളിലൂടെ കേട്ടോ. 12 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതേപോലെ തന്നെ 2 കേന്ദ്രഭരണ പ്രദേശത്തോടു കൂടിയിട്ടും കടന്നു പോകുന്നുണ്ട്. 2 കേന്ദ്രഭരണ പ്രദേശം കേട്ടോ. 2 കേന്ദ്രഭരണ പ്രദേശവും ഒരു 12 സംസ്ഥാനം. അപ്പോൾ ഒരു കേന്ദ്രഭരണം പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ജമ്മു കാശ്മീരിലെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഒന്ന് ജമ്മു കാശ്മീർ വന്നു, മറ്റത് ഡൽഹിയാണ് കേട്ടോ. 2 കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ഒന്ന് ജമ്മു ആൻഡ് കാശ്മീരും പിന്നെ ഏതാണ്? ഡൽഹിയുമാണ് കേട്ടോ. ഡൽഹിയുമാണ്. പിന്നെ 12 സംസ്ഥാനങ്ങൾ. 12 സംസ്ഥാനങ്ങൾ നമ്മൾ പഠിക്കേണ്ട. 12 സംസ്ഥാനം പറയുന്നത് ഒന്ന് മറ്റേ 12 സംസ്ഥാനം 2 കേന്ദ്രഭരണ പ്രദേശം എല്ലാം കൂടി ചേർത്തിട്ട് മൊത്തം 12 എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അതിൽ 10 സ്റ്റേറ്റ് അങ്ങനെ കണക്കാക്കിയാൽ മതി. 10 സ്റ്റേറ്റും 2 കേന്ദ്രഭരണ പ്രദേശവും അങ്ങനെ ടോട്ടൽ 12. അതിൽ 2 കേന്ദ്രഭരണ പ്രദേശം ജമ്മു ആൻഡ് കാശ്മീരും 1 ഡൽഹിയും. പിന്നെ 10 സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് വരുന്നുണ്ട്, പഞ്ചാബ് വരുന്നുണ്ട്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് ഒക്കെയാണ് 10 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ NH44 ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വാണിജ്യ സാംസ്കാരിക നഗരങ്ങളെ തമ്മിൽ ഈ പാത ബന്ധിപ്പിക്കുന്നുണ്ട്. പ്രമുഖ വാണിജ്യ സാംസ്കാരിക നഗരങ്ങളെ തമ്മിൽ ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധിപ്പിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ശ്രീനഗർ, ജമ്മു, പത്താൻകോട്ട്, ലുധിയാന, ഡൽഹി, ആഗ്ര, ഗോളിയോർ, ഝാൻസി, നാഗ്പൂർ, ഹൈദരാബാദ്, ബാംഗ്ലൂർ, സേലം, മധുര, കന്യാകുമാരി, ഇതൊക്കെ അറിയാലോ. ഈ ഓരോരോ സ്ഥലത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ട് അല്ലെ. ഒക്കെ ഒരുപാട് ട്രേഡ് അല്ലെ നടക്കുന്ന മേഖലകളാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പറയുന്നത് എന്താ? വാണിജ്യ സാംസ്കാരിക സാംസ്കാരിക കൾച്ചർ. നമുക്കറിയാം ഓരോരോ കൾച്ചർ ആക്ടിവിറ്റീസ് ഉള്ള ഓരോരോ ഭാഗങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ ബന്ധിപ്പിക്കുന്നതും ഏത് തന്നെയാണ്? ഈ NH44 ആണ് പറയുന്നത്. അതേപോലെ തന്നെ ഉത്തര ദക്ഷിണ ഇടനാഴി. ശ്രദ്ധിക്കണേ, ഉത്തര ദക്ഷിണ ഇടനാഴി എന്താ പറയുന്നത്? നോർത്ത് സൗത്ത് കോറിഡോർ എന്ന് പറയും അല്ലെ. നോർത്ത് സൗത്ത് കോറിഡോർ പദ്ധതിയുടെ പ്രധാന ഭാഗം ഏതാണ്? NH44 ആണ് കേട്ടോ. ഉത്തര ദക്ഷിണ ഇടനാഴിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? NH44 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സാമ്പത്തിക ഇതിൽ നോക്കുന്ന സമയത്ത്, സാമ്പത്തിക പ്രാധാന്യത്തിന്റെ ഇതിൽ നോക്കുമ്പോൾ NH44 നമ്മുടെ ഇന്ത്യയുടെ വടക്കേ അറ്റത്തെയും അതുപോലെ തന്നെ തെക്കേ അറ്റത്തെയും തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെയും തെക്കേ അറ്റത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ രാജ്യത്ത് ചരക്ക് ഗതാഗതങ്ങളും വ്യാപാരത്തിനും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഇത് NH44 എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏത്? NH44 എന്ന് പഠിച്ചു അല്ലെ. എങ്കിൽ നമ്മുടെ കേരളത്തിലുണ്ട് അല്ലെ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതാണ്? ഏറ്റവും നീളം കൂടിയ NH ഏതാണ്? NH66 ആണ് കേട്ടോ. ദേശീയതലത്തിൽ 44. അതിന്റെ കൂടെ രണ്ടിന്റെയും കൂടെ ഈ രണ്ട് കൂട്ട് 44. അതിന്റെ കൂടെ 2 കൂട്ടുമ്പോൾ 6. NH66 കേരളം. ഇവിടെ ഇന്ത്യ ആണ് കേട്ടോ. ഓക്കെ. ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? പർവ്വതനിര നീലഗിരി കുന്നുകളാണ്. ആൻസർ ഏതാണ്? നീലഗിരി കുന്നുകളാണ് കേട്ടോ. ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര നീലഗിരി കുന്നുകളാണ്. നീലഗിരി മലനിരകളിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് ഇത്? ഈ ദോഡാബേട്ട എന്ന് പറയുന്നത്. ദോഡാബേട്ട എന്ന് അതിന്റെ മീനിങ് എന്താണെന്നറിയോ? വലിയ മല എന്നതാണ് അർത്ഥം കേട്ടോ. വലിയ മല എന്നതാണ് ദോഡാബേട്ടയുടെ അർത്ഥം. ഇതിന്റെ ഉയരം 2637 കേട്ടോ. 2637 മീറ്റർ ആണ്. 2637 കേട്ടോ മീറ്റർ ആണ് ദോഡാബേട്ട കൊടുമുടിയുടെ ഉയരം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ ഊട്ടിക്ക് സമീപമായിട്ടാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഈ ആനമുടിക്കും ആനമുടി ഉണ്ടല്ലോ, ആനമുടി, അതുപോലെ തന്നെ മീശപ്പുലിമല കേൾക്കുന്നുണ്ടോ? ഇവയ്ക്ക് ശേഷമുള്ള മൂന്നാമത്തെ ഏറ്റവും വലിപ്പമേറിയ പർവ്വതമാണ് ഏത്? ദോഡാബേട്ട എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ദോഡാബേട്ട, ആനമുടി, മീശപ്പുലിമല, അത് കഴിഞ്ഞ ഏതാണ്? ദോഡാബേട്ട. ഓക്കെ, പഠിച്ചു വെക്കണം.
എന്താണ് ദോഡാബേട്ട എന്നാൽ ഈ ദോഡാബേട്ട എന്ന് പറയുന്നത് കന്നഡ ഭാഷയാണ് കേട്ടോ. എന്താണ് കന്നഡ ഭാഷയിലാണ് ഇതിനെ ദോഡാബേട്ട എന്ന് പറയുന്നത്. ദോഡാബേട്ടയുടെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? വലിയ മല എന്നതാണ് അർത്ഥം. അതേപോലെ തന്നെ ഈ ദോഡാബേട്ട എന്ന് പറയുന്ന പ്രദേശം ഉണ്ടല്ലോ, ജൈവ സമ്പുഷ്ടിക്ക് പേര് കേട്ടതാണ് കേട്ടോ. ജൈവ സമ്പുഷ്ടിക്ക് പേര് കേട്ട ഒരു പ്രദേശമാണ് ഏത് എന്ന് പറയുന്നത്? ദോഡാബേട്ട എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദോഡാബേട്ടയെ കുറിച്ചിട്ട് പഠിച്ചു വെക്കുക. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗോൾഡൻ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് ചണമാണ് കേട്ടോ. ഗോൾഡൻ ഫൈബർ ചണമാണ്. സുവർണ നാര്. ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിലാണ്. ജോഗ് വെള്ളച്ചാട്ടം ശരാവതി നദിയിലാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏത് എന്ന് ചോദിച്ചാൽ അത് ജോഗ് വെള്ളച്ചാട്ടമാണ്. എത്രയാണ് ഇത്? എത്ര അടി ഉയരത്തിൽ നിന്നാണ് ഇത് പതിക്കുന്നത്? 253 മീറ്റർ ഉയരത്തിൽ നിന്ന്, അതായത് 829 അടി കേട്ടോ. ഈ ഉയരത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് പതിക്കുന്നത്. കർണാടകത്തിലെ ഷിമോഗ ജില്ലയിലാണ് കേട്ടോ. കർണാടകയിലെ ഷിമോഗ ജില്ലയിലാണ് ഏത് ചെയ്യുന്നത്? ഈ ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഈ ജോഗ് വെള്ളച്ചാട്ടത്തിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗിർസോപ്പ് ഫാൾസ്. എന്തൊക്കെയാണ്? ഗെർസോപ്പ് ഫാൾസ്, അതേപോലെ തന്നെ ഗർസോപ്പ ഫാൾസ്, ഗർസോപ്പ ഫാൾസ്, ജോഗാഡ ഫാൾസ്, അതുപോലെ തന്നെ ജോഗാഡ ഫാൾസ്, ജോഗാഡ ഗുണ്ടി. ഇതൊക്കെ എന്താണ്? ഇതിന്റെ പേരുകളിൽ മറ്റു പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി നദിയിൽ, കർണാടകയിലെ ഷിമോഗ ജില്ലയിൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം 253 മീറ്റർ അടി ഉയരത്തിൽ നിന്നാണ് ഇത് പതിക്കുന്നത്. മീറ്ററിൽ നിന്നാണ് പതിക്കുന്നത്. അടി ചോദിച്ചാൽ 829 അടിയാണ്. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക.